എനിക്ക് ഇതുവരെയായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ എക്സാമിന് എല്ലാത്തിനും എനിക്ക് മാർക്ക് കുറവാണ്. SSLC എക്സാമിന് ഫുൾ A+ മേടിക്കാൻ പറ്റുമോ? ഈ ചിന്തയിലാണോ നിങ്ങൾ? ഈ ചിന്തയെല്ലാം മാറ്റി വെച്ചേ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി സാധിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഫുൾ A+ മേടിക്കാൻ പറ്റും എന്നുള്ള ചിന്തയാണ്. മേടിക്കാൻ പറ്റും, ഉറപ്പാണ് മക്കളെ, നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ആദ്യം തയ്യാറാക്കണം. എനിക്ക് A+ മേടിക്കാൻ പറ്റും എന്നുള്ള ചിന്തയിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക. ഇതുവരെ വന്നിട്ടുള്ള എക്സാമിൻ്റെ റിസൾട്ടുകൾ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇനി ഈ നിമിഷം നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം തന്നെ ബുക്ക് എടുക്കുക, നിങ്ങൾ ഇതുവരെയായിട്ട് എഴുതിയിട്ടുള്ള നോട്ടുകൾ എടുക്കുക. ഇതെല്ലാം വെച്ച് നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കേണ്ട ടൈമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. നിങ്ങൾ നോക്കുക, കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ള ജില്ല എന്ന് പറഞ്ഞാൽ മലപ്പുറമാണ്. ആ മലപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഫുൾ A+ കിട്ടിയ ആളുകൾക്ക് പോലും സീറ്റ് കിട്ടുന്നില്ല. പലർക്കും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നുള്ള മോഹങ്ങൾ മാത്രമാണുള്ളത്. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. അതിന് ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റത്തെ കടമ്പയാണ് SSLC എന്ന് പറയുന്നത്. SSLCക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയാൽ മാത്രമാണ് നല്ലൊരു സ്കൂളിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് +1 +2 പഠിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം നല്ലൊരു അഡ്മിഷന് വേണ്ടി, നല്ലൊരു സ്കൂളിൻ്റെ അഡ്മിഷന് വേണ്ടിയാണ് നിങ്ങൾ പ്രയത്നിക്കുന്നതെന്ന് നോക്കുക. നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഫോക്കസ് ചെയ്യുന്നത്. ഇത്ര നാൾ നമ്മളാണെന്നുണ്ടെങ്കിൽ കളിച്ച് ചിരിച്ച് നടന്നു. ഇനി നമ്മൾ സീരിയസ് ആവേണ്ട ടൈമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിക്കഴിഞ്ഞുള്ള അവസ്ഥ. നിങ്ങളുടെ വീട്ടിനകത്ത് എത്ര പേർക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. നിങ്ങളുടെ അച്ഛനമ്മമാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടി എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ A+ നേടുക. മോസ്റ്റ്ലി നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഫുൾ A+ മേടിക്കേണ്ടത് എന്നതാണ്. നിങ്ങൾ ഫുൾ A+ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളുടെ പേരൻസ് ആയിരിക്കും. കാരണം അവർക്ക് പലർക്കാണെന്നുണ്ടെങ്കിൽ ഫുൾ A+ ഒന്നും നേടാൻ പറ്റാത്തവരാണ്. അവർക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മക്കൾ പഠിച്ച് ഉയരത്തിലെത്തണം എന്നാണ്. അപ്പം നിങ്ങളത് സാധിച്ചു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആനന്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം ഇന്ന് തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ്. ഇനി നിങ്ങൾക്ക് ചാൻസ് ഇല്ല. കാരണം നിങ്ങൾക്ക് ഇനി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിളാണ്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്. അതാണ് ആദ്യം നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും നല്ല അവസരമാണ്. നിങ്ങളുടെ അവസരങ്ങൾ തട്ടിയെടുക്കാൻ ഇഷ്ടം പോലെ ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ആഗ്രഹം തന്നെയാണ് ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക എന്നൊക്കെ ഉള്ളത്. നല്ല സ്കൂളിലാണെന്നുണ്ടെങ്കിൽ +1 +2 പഠിക്കാൻ പറ്റുക എന്നൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് അങ്ങനെയുള്ളവരായിരിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് നിങ്ങൾ പിന്തള്ളി നിങ്ങൾ എന്തിലേക്ക് വരേണ്ടത്, ഫുൾ A+ എന്നുള്ള ലക്ഷ്യമായി ഒന്നാമനാവേണ്ടത്. ചിന്തിക്കുക, നിങ്ങളുടെ ഫ്യൂച്ചറാണ്, നിങ്ങളുടെ കയ്യിലാണ്. പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ്. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിനായിട്ട് സെഞ്ചി ലേണിംഗ് എപ്പോഴും ഉണ്ടായിരിക്കും. സോ ഇന്ന് തന്നെ പഠിക്കാൻ ആരംഭിക്കുക. ബൈ.